പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ ഇടപെടില്ലെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി മടങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്ന കാര്യത്തിൽ മറ്റന്നാൾ വിശദീകരണം ബോധിപ്പിക്കാൻ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ചാർട്ടേഡ് വിമാനത്തിൽ എത്തുന്നവർക്ക് മാത്രം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത് രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നതിന് തുല്യമാണെന്ന് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച KSR മേനോൻ ആരോപിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും സംസ്ഥാന സർക്കാരിനെയും അറിയിച്ചാൽ മതിയെന്നായിരുന്നു കോടതിയുടെ നിലപാട്. അതേസമയം പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ നീട്ടിവെക്കുകയുണ്ടായി. പരിശോധനാ സൗകര്യമൊരുക്കാൻ പ്രവാസി സംഘടനകൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണിതെന്ന് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K ഇളങ്കോവൻ അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം 24 വരെ മടങ്ങിയെത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധവുമല്ല. നാളെ മുതൽ തീരുമാനം നടപ്പാക്കാനായിരുന്നു മുൻ തീരുമാനം. അതായത് 25 മുതൽ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. 25-ന് മുമ്പ് ട്രൂനാറ്റ് പരിശോധനാ സൗകര്യം ഏർപ്പെടുത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 5 ദിവസം കൊണ്ട് എല്ലാ എംബസികളിലും ട്രൂനാറ്റ് സംവിധാനം ഒരുക്കാനാണ് ശ്രമം. കോവിഡ് രോഗികളെയും അല്ലാത്തവരെയും വെവ്വേറെ കൊണ്ടുവരണമെന്ന തീരുമാനപ്രകാരമാണ് പരിശോധന നിർബന്ധമാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരിൽ 0.22% മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നതെന്നും പ്രവാസികളിൽ ഇത് 1.22% സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ബോധിപ്പിച്ചു. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രവാസി സംഘടനകൾ ഉൾപ്പെടെ സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.